നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. അപകടം ചേംബർ ഹാളിന് മുന്നിൽ. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. കാർ പൂർണ്ണമായും കത്തി. ആളപായമില്ല. ദസറയ്ക്കൊരുങ്ങി നഗരം. ഇനി ശബ്ദവും വെളിച്ചവും നിറഞ്ഞ 10 ദിനരാത്രങ്ങൾ. വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടികൾ. വരും ദിനങ്ങളിൽ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും. വാർത്തകൾ വിശദമായി. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച സംഘി മുഖ്യൻ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രയോഗം. ഇവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കല്യാശ്ശേരിയിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് വേണ്ടി പോകുന്ന വഴി കണ്ണൂർ ടൗണിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ പൈലറ്റ് വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും കസ്റ്റഡിയെടുത്ത് മാറ്റുകയായിരുന്നു. ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ തുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് കേരളത്തിലെത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. 123 കോടി രൂപ വില വരുന്ന ഹവാല പണവും 150 കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. സിപിഎമ്മിനും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം അഴിച്ചുവിടുന്ന PV അൻവറിന് പിന്നിൽ അവിശുദ്ധ ഐക്യമുന്നണിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് അവിശുദ്ധ മുന്നണിയാണ് അൻവറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ അവിശുദ്ധ സഖ്യം ഇടതു സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് നടന്ന അൻവറിന്റെ പൊതുയോഗത്തിൽ 300 പേരാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ കണക്കുണ്ട്. ഇതിൽ ഒരാൾ 3 വർഷം മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗമാണ്. മറ്റൊരാൾ സംഘടനയിൽ നിന്നും പുറത്താക്കിയ DYFI പ്രവർത്തകനും. അല്ലാതെ മറ്റാരും അൻവറിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് പൊതുസമ്മേളനം നടത്തിയ ശേഷം തൊണ്ടവേദനയായതിനാൽ ഇനി പൊതുസമ്മേളനങ്ങൾ ഇപ്പോഴില്ലെന്നാണ് അൻവർ പറയുന്നത്. അൻവറേക്കാൾ വലിയ കരുത്തുള്ളവർ വെല്ലുവിളിച്ചിട്ടും ഒരു കുലുക്കവും സംഭവിക്കാത്ത പാർട്ടിയാണിതെന്ന് ഓർക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ സാമാന്യ ജനങ്ങളെ അണിനിരത്തി നേരിടും. ഈ കാര്യത്തിൽ കോടിയേരി കാണിച്ച മാതൃക പാർട്ടി ഒറ്റക്കെട്ടായി പിന്തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ബോംബിച്ച ഊർക്കാൻ എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ DYFI കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും SDPയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ? വർഗീയവാദത്തിന്റെ 2 ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന UDFന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്ത് ഇസ്ലാമും അതിനൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന SDPയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് CPIMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം.
അനുസ്മരണ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അധ്യക്ഷനായി. MV ജയരാജൻ സ്വാഗതം പറഞ്ഞു. പുഷ്പാർച്ചനയ്ക്ക് PB അംഗം വൃന്ദ കാരാട്ട്, PK ശ്രീമതി, KK ശൈലജ, P ജയരാജൻ, P ശശി, MV ജയരാജൻ, കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനി, മക്കളായ ബിനോയ്, വിനീഷ്, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആരോപണങ്ങൾ ആളിക്കത്തവേ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിനപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ല എന്നായിരുന്നു ശശിയുടെ പ്രതികരണം. കോടിയേരി അനുസ്മരണത്തിൽ പങ്കെടുത്ത് മടങ്ങവേ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു P ശശി. PV അൻവർ അടക്കം ഉയർത്തിയ ആരോപണങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പാർട്ടിയുമായി ആലോചിച്ച് അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും P ശശി പ്രതികരിച്ചു. ഒരു പരാതി അൻവർ കൊടുത്തൊരു പരാതി അയാൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്ത് പുറത്തു വിട്ടോട്ടെ, പാർട്ടി പറയും, മുഖ്യമന്ത്രി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. താങ്കളെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? താങ്കളെ നിങ്ങളോട് നിങ്ങൾ എന്നെ അറ്റാക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും പറയും. പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിനപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ലെന്നും അൻവർ എന്തും പുറത്തു വിട്ടോട്ടെ, അൻവർ അറ്റാക്ക് ചെയ്താലും കുഴപ്പമില്ല, മാധ്യമങ്ങൾ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്നായിരുന്നു ശശിയുടെ ചോദ്യം. എത്ര ഗുരുതര ആരോപണങ്ങളാണെങ്കിലും കൂടുതലൊന്നും പറയാനില്ലെന്നും ശശി കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് പ്രതികരണം. അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ CPM സെക്രട്ടറി നൽകിയ പരാതി PV അൻവർ പുറത്തുവിട്ടു. സ്വർണ്ണക്കടത്തിൻ്റെ പങ്ക് പറ്റുന്നുവെന്നും കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു എന്നതടക്കം ഗുരുതര ആക്ഷേപങ്ങളാണ് ശശിക്കെതിരെ പരാതിയിൽ അൻവർ ഉന്നയിക്കുന്നത്. അഴീക്കൽ സൺഫ്ലവർ ക്ലബ്ബ് ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങൾക്കായി സൗജന്യമായി ഏകദിന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്ര കണ്ണൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായിപ്പറമ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സുന്ദരമായ ഒരു അവസരങ്ങളിലൂടെയാണ് നിങ്ങളിപ്പം കടന്നു പോകുന്നത്. നമുക്ക് നമ്മളെ നാട്ടിൻപുറത്തെ ഒരുപാട് പേർ ചേർന്നുകൊണ്ട് ഒരു യാത്ര, ആ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സുകളെ ആർദ്രമാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നിങ്ങളൊരു പക്ഷേ വിനോദയാത്രകൾ പോകാറുണ്ടാവില്ല. വീടുകളിൽ നിന്ന് മക്കളോടൊപ്പമോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം ഈ വിനോദയാത്ര പോയവരായിരിക്കും മിക്കവാറും ആളുകൾ. പക്ഷേ ഒരു പ്രദേശത്ത് ജീവിച്ച് വളരുന്നവർ, അല്പം പ്രായം എന്ന് കരുതുന്നവർ, അവരെല്ലാം ഒത്തുചേർന്ന് ഒരു യാത്ര പോകും. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും ഓർക്കാവുന്ന രീതിയിലേക്ക് ആണ് എന്നുള്ളത് നിങ്ങളൊന്നാദ്യം തിരിച്ചറിയണം. അതിനൊരവസരം ഇതുപോലെ സൺഫ്ലവർ പോലൊരു ക്ലബ്ബ് നിങ്ങൾക്കിടെ നിർവഹിച്ചു തരും. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ E ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഋഷി ബൈജു, പ്രസിഡന്റ് രാകേഷ് പുതിയാണ്ടി, ജിഷ പ്രദീപൻ, ലതാ ദിനേശൻ, മിനി മനോഹരൻ, ഷീജ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. അപകടം ചേംബർ ഹാളിന് മുന്നിൽ. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. കാർ പൂർണ്ണമായും കത്തി. ആളപായമില്ല. ദസറയ്ക്കൊരുങ്ങി നഗരം. ഇനി ശബ്ദവും വെളിച്ചവും നിറഞ്ഞ 10 ദിനരാത്രങ്ങൾ. വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടികൾ. വരും ദിനങ്ങളിൽ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം.
GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMI-യുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ, മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടെ ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. കാൽടെക്സിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ബിൽഡിംഗിന് മുന്നിലാണ് കാറിന് തീപിടിച്ചത്. വൈകുന്നേരം 4:30 സംഭവം. കക്കാട് ഹിന്ദുസ്ഥാൻ ഓട്ടോമൊബൈൽസ് ഉടമ ജയചന്ദ്രന്റെ കാറാണ് കത്തിയത്. ആളപായമില്ല. നഗരത്തെ ഭീതിയിലാഴ്ത്തി വൈകുന്നേരത്തോടെയാണ് കാറിന് തീപിടിച്ചത്. കക്കാട് ഹിന്ദുസ്ഥാൻ ഓട്ടോമൊബൈലിന്റെ ഉടമ ജയചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള മാരുതി 800 കാറാണ് കത്തി നശിച്ചത്. ഓടിക്കൊണ്ടിരിക്കെ ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് പുറത്തിറങ്ങിയതിനാൽ മറ്റ് അത്യാഹിതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. ഉടൻ തന്നെ ഫയർ സർവീസ് എത്തി തീയണച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. വൈകുന്നേരവും ആൾത്തിരക്കുള്ള സമയവുമായതിനാൽ തീപിടുത്തം ഏറെ പരിഭ്രാന്തി പരത്തി. കണ്ണൂരിൽ തന്നെ പലതവണയായി കാർ കത്തുന്നത് പതിവായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടം ആരും ഇതുവരെ മറന്നിട്ടില്ല. ഈ അടുത്ത സമയത്താണ് താണയിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തിയത്. ഇന്നത്തെ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കരുതുന്നത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്ര വികസിച്ചാലും മനസ്സിൽ നന്മയില്ലാത്ത ഭരണാധികാരികൾ ഉണ്ടായാൽ ലോകം നാശത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുഹമ്മദ് അലി ഷഹ്ഷാദ്. കിദ്മ ഇൻസ്പയർ 3ാം ബാച്ചിന്റെ ഉദ്ഘാടനം കണ്ണൂർ ചേംബർ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ പരിണിതഫലമാണ് ഇന്നിവിടെ കാണുന്ന ഈ ജനസംഖ്യ. ഈ കാണുന്ന 41 വിദ്യാർത്ഥികൾ ഒരു പിടി മനുഷ്യർ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ തൽഫലമായിട്ട് രൂപപ്പെട്ടതാണ്. പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു 20-30 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ഈ 41 വിദ്യാർത്ഥികൾ
അവരവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും വിവിധ തുറകളിലുമായിട്ട് വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഒരു തെറ്റുണ്ടായിരുന്ന മുന്നേറ്റമാണ്. അതൊരു പക്ഷേ ഈ സംസാരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ ഈ സംഘാടനത്തിനും ഇന്ന് നേതൃത്വം നൽകിയ സാലിം സാറോ സെലീം ഡോക്ടറോ സാഗർ ടീച്ചറോ ഒന്നും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അന്ന് നിങ്ങൾ പറയുന്ന ഒരു വാക്യമുണ്ട്. അന്ന് ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഹാളിൽ സംഗമിച്ചിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ പറയും ഇൻസ്പയറിൻ്റെ ഈ ചാപ്റ്ററിൽ ഈ ഒരു പരിപാടിയിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഭാഗമാക്കായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയും. ആ ഒരു മനോഹരമായിട്ടുള്ള 20-30 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സയൻസ് സന്ധ്യയിൽ നിങ്ങളുടെ വ്യക്തികൾ തന്നെ ഞാൻ സ്വപ്നം കാണുന്നു. മനുഷ്യവംശം വേറിട്ട് പോവാത്തതിന് കാരണം അവർ ബുദ്ധിശക്തിയുള്ളവരാണ് എന്നതുകൊണ്ടല്ല, നന്മ പറ്റാത്തവർ ബാക്കിയുള്ളതിനാലാണെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു. സൂര്യനാവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, ഒരു വിളക്കുമാടമെങ്കിലും ആവാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ നഫീസ ബേബി ടി.പി. മുഖ്യപ്രഭാഷണം നടത്തി. കിത്മ ചെയർമാൻ ഡോക്ടർ പി. സലീം, ഇൻസ്പയർ കൺവീനർ കെ.എം. സാബിറ, CHM ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സുബൈർ, സലീന, OV ഷിറാസ്, C. ഇംതിയാസ്, T. സാലിം എന്നിവർ സംസാരിച്ചു. NMMS വിജയികൾക്ക് കിത്മ ജനറൽ സെക്രട്ടറി BK ഫസൽ മൊമെന്റോ സമ്മാനിച്ചു. നൌഷാദ് പൂതപ്പാറ, മുഹമ്മദ് മുനീർ, സഫീറ എന്നിവർ നേതൃത്വം നൽകി. BSNL രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ബൈക്ക് റാലിക്ക് തുടക്കമായി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തളിപ്പറമ്പ് DYSP പ്രദീപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമ്മേളനത്തിൽ കണ്ണൂർ ജനറൽ മാനേജർ അധ്യക്ഷത വഹിക്കുന്നതോടൊപ്പം കണ്ണൂർ മേയർ, ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വളരെ പ്രശസ്തനായ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായിരിക്കും. ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഈ ബൈക്ക് റാലിയിൽ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ BSNL കണ്ണൂരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ബൈക്ക് റാലി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഫ്ലൈ ഓഫ് ചെയ്യുന്നതോടൊപ്പം എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി ബാക്കി പൊതുജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അതുപോലെ ട്രാഫിക്കിനെയൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരവരുടെ സേഫ്റ്റി നോക്കിക്കൊണ്ട് നന്നായി ഈ പര്യടനം പൂർത്തിയാക്കണം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. തളിപ്പറമ്പിൽ നിന്നും പുറപ്പെട്ട് ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ, മട്ടന്നൂർ വഴി കണ്ണൂരിലാണ് റാലി സമാപിക്കുക. ശ്രീകണ്ഠാപുരത്ത് ഡോക്ടർ KV ഫിലോമിന മുനിസിപ്പൽ ചെയർപേഴ്സൺ റാലിയെ അഭിസംബോധന ചെയ്യും. ഇരിക്കൂറിൽ CI രജീഷ് റാലിയെ അഭിസംബോധന ചെയ്യും. റാലിയിൽ കണ്ണൂർ BSNL DGM ബാലചന്ദ്രൻ നായർ P പങ്കെടുക്കും. റാലിയെ JTO സാബു ജോൺ നയിക്കും. കണ്ണൂർ നോർത്ത് സബ് ജില്ലാ ശാസ്ത്രോത്സവം 2024 എളയാവൂർ CHM-ൽ ഒക്ടോബർ 8-9 തീയതികളിൽ നടക്കും. ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. 2000-ഓളം വരുന്ന പ്രതിഭകൾ പങ്കെടുക്കുന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളാണ് എളയാവൂർ CHM, വാരം UP എന്നീ വിദ്യാലയങ്ങളിൽ വെച്ച് നടക്കുന്നത്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര അധ്യക്ഷത വഹിച്ചു. AEO പ്രസന്നകുമാരി ടീച്ചർ, ഷാഹിന മൊയ്തീൻ, C സുഹൈൽ, പ്രദീപൻ മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ K, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് MP, KM കൃഷ്ണകുമാർ, KP വിനോദ് കുമാർ, PC മെഹമ്മൂദ്, KC മുഹമ്മദ് ഫൈസൽ, പുഷ്പജൻ K, ഷക്കീർ മൗഞ്ചേരി, അസ്ലം വലിയന്നൂർ എന്നിവർ സംസാരിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2000-ഓളം കുട്ടികൾ പങ്കെടുക്കുമെന്നും AEO പ്രസന്നകുമാരി പറഞ്ഞു. മേഡം, 2024 ശാസ്ത്ര പ്രവൃത്തി പരിചയമേള ഏകദേശം 2600-ഓളം കുട്ടികൾ പങ്കെടുക്കുന്നതാണെന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർത്തിയായിട്ടുണ്ടോ? കണ്ണൂർ നോർത്ത് ഉപജില്ല ശാസ്ത്രമേള ഒക്ടോബർ 8-9 തീയതികളിലായി CHM ഹയർ സെക്കൻഡറി സ്കൂളും വാരം സ്കൂളുമായി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. കുട്ടികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏകദേശം 2500-ഓളം കുട്ടികൾ പങ്കെടുക്കും. അപ്പോൾ 8-ാം തീയതി CHM സ്കൂളിൽ വെച്ച് സയൻസ്, സോഷ്യൽ മേളകളും 9-ാം തീയതി CHM സ്കൂളിൽ മാത്സ് മേളയും വാരം സ്കൂളിൽ പ്രവൃത്തി പരിചയ മേളയാണ് നടക്കുന്നത്. അതോടൊപ്പം IT മേളയും 9-ാം തീയതി തന്നെ നടക്കും. അതിന് വേണ്ടുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണം ഒക്കെ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ പ്രോഗ്രാം കമ്മിറ്റിയും എല്ലാ കമ്മിറ്റിയും സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കുകയാണ്. മേഡം, ഇത് UP മുതലുള്ള കുട്ടികൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ലേ? LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പങ്കെടുക്കും. LP കുട്ടികൾക്ക് സബ് ജില്ലാ തലത്തിൽ തന്നെ പരിപാടി അവിടെ അവസാനിക്കും. മറ്റുള്ള കുട്ടികൾക്ക് ജില്ലയിലും അതേപോലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾ സംസ്ഥാന തലത്തിലേക്കും മത്സരിക്കും.
എളയാവൂർ CHM വാരം UP സ്കൂളും ചേർന്നാണ് ഈ വർഷത്തെ നോർത്ത് സബ് ജില്ലാ ശാസ്ത്രമേള നടത്തുന്നതെന്നും ഇതൊരു ഉത്സവമേളയാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെന്നും CHM പ്രിൻസിപ്പാൾ സുഹൈൽ പറഞ്ഞു. ഞങ്ങൾ എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിലും വാരം UP സ്കൂളിലും സംയുക്തമായിട്ടാണ് ഇത്തവണത്തെ കണ്ണൂർ നോർത്ത് ശാസ്ത്രമേള നടക്കുന്നത്. ഞങ്ങളെല്ലാ അധ്യാപകരും PTA-യും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ചേർന്ന് ഇതൊരു ആഘോഷ പരിപാടിയാക്കാനുള്ള ശ്രമിക്കുകയാണ്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 2500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ നല്ല അനുഭവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മേയർ ഇപ്പോൾ അതിന് ലോഗോ പ്രകാശന കർമ്മം കൂടി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് എല്ലാ ആശംസകളും. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് റെയിൽവേ പരിസരം ശുചീകരിച്ചു. റെയിൽവേ അഡീഷണൽ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വത്സല K ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജിനീഷ് NS, അനൂപ് കുമാർ KB, പ്രോഗ്രാം ഓഫീസർ ഷീജ PP, അജിത് AP, നവ്യ നാരായണൻ എന്നിവർ സംസാരിച്ചു. വളണ്ടിയർ ലീഡർമാരായ സഞ്ജന S, സനിക സന്ദീപ്, ശ്രീനദ് K എന്നിവർ നേതൃത്വം നൽകി. വാർത്തയിൽ വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. അപകടം ചേംബർ ഹാളിന് മുന്നിൽ. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. കാർ പൂർണ്ണമായും കത്തി. ആളപായമില്ല. ദസറയ്ക്കൊരുങ്ങി നഗരം. ഇനി ശബ്ദവും വെളിച്ചവും നിറഞ്ഞ 10 ദിനരാത്രങ്ങൾ. വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടികൾ. വരും ദിനങ്ങളിൽ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMI കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം. കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. തിരുവോണ
പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറയ്ക്ക് ഒരുങ്ങി നഗരം. കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. വിളക്കന്തറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ ഒക്ടോബർ 3 മുതൽ 3 ദിവസങ്ങളിലായി കണ്ണൂർ VHSലും തളാപ്പ് മിക്സഡ് UP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുക. 3 കാലത്ത് 9:30 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് DCE KEN ബാബു മഹേശ്വരി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2018 നിലവിൽ വന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ മാനുവൽ അനുസരിച്ചാണ് കലാമേള സംഘടിപ്പിക്കുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള 9 ഇനങ്ങളും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കുള്ള 15 ഇനങ്ങളും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കുള്ള 19 ഇനങ്ങളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കുട്ടികൾക്കുള്ള ഭക്ഷണം മുനിസിപ്പൽ ഹൈസ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം സ്കൂൾ കലോത്സവങ്ങളുടെ നിറസാന്നിധ്യമായ ശ്രീ പഴയിടം മോഹന നമ്പൂതിരി തന്നെയാണ് ഇവിടെയും ഭക്ഷണം ഒരുക്കുന്നത്. 2000 അടുത്തുള്ള പായസം 2000-അടുത്തുള്ള ആൾക്കാർക്ക് പായസം അടക്കമുള്ള സദ്യയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ അക്കോമഡേഷൻ സൗകര്യങ്ങൾക്കായിട്ട് 13 വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള മത്സരങ്ങളാണ്.
2-3 ദിവസങ്ങളിലായാണ് കാഴ്ച കേൾവി പരിമിതർക്കുള്ള കുട്ടികൾക്കുള്ള മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓരോ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ട്രോഫി നൽകുന്നത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ജില്ലാടിസ്ഥാനത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നൽകുന്നുണ്ട്. കൂടാതെ 3 വിഭാഗത്തിന് ലഭിക്കുന്ന ആകെ ഗ്രേഡ് പോയിന്റ് പരിഗണിച്ചാണ് മികച്ച ജില്ലയെ കണ്ടെത്തി സ്വർണ്ണക്കപ്പ് നൽകുന്നത്. കണ്ണൂർ VHSലും തളാപ്പ് മിക്സഡ് UP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2000ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. MP, MLAമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KC മഹേഷ്, പബ്ലിസിറ്റി കൺവീനർ VV രതീഷ്, റിസപ്ഷൻ കൺവീനർ P വേണുഗോപാലൻ എന്നിവരും പങ്കെടുത്തു. പിണറായി പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന മുദ്രാവാക്യവുമായി SDPIയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ 25 വരെ ജില്ലയിൽ ജനജാഗ്രതാ ക്യാമ്പയിൻ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം 6:30 കണ്ണൂർ സിറ്റിയിൽ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്യും. SDPIയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പൊതുജനസമക്ഷം കാട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ 25 മുതൽ 1 മാസക്കാലം നീണ്ട കാലയളവിൽ നിൽക്കുന്ന ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭരണകക്ഷിയിൽപ്പെട്ട MLA തന്നെയാണ് ഭരണപക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരുവേള അദ്ദേഹം നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ നേരിട്ട് കേൾക്കാനും കാണാനും മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വമൊക്കെ ശ്രദ്ധിച്ചിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് വീണ്ടും പുതിയ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തെയും പോലീസ് RSS കൂട്ടുകെട്ടിനെയും തുറന്നുകാട്ടുന്നതിനുമാണ് ജില്ലയിലുടനീളം ക്യാമ്പയിൻ നടത്തുന്നതെന്നും 25-ന് വൈകുന്നേരം സ്റ്റേഡിയം കോർണറിൽ സമാപിക്കുമെന്നും ജലാലുദ്ദീൻ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കോർണർ യോഗങ്ങൾ, മണ്ഡലതല വാഹന ജാഥകൾ, പഞ്ചായത്ത് തലത്തിൽ ജനജാഗ്രതാ സംഗമം, വാഹനജാഥ, ലഘുലേഖ വിതരണം, ഭവന സമ്പർക്കം തുടങ്ങിയ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ്, സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. CK പണിക്കർ ഭാഗവതർ സ്മാരക സുവർണ മുദ്രാ പുരസ്കാരത്തിന് നാടകരചയിതാവും ചലച്ചിത്ര പ്രവർത്തകനുമായ തോമസ് കോളംകൂറിന് നൽകാൻ തീരുമാനിച്ചതായി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിക്ക് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് സ്വർണ്ണ പതക്കവും പ്രശംസാപത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം കൈമാറുമെന്ന് ചെയർമാൻ അറിയിച്ചു. ഇപ്പോഴും അത് കാലാകാലങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷമായിട്ട് അപ്പൻ്റെ പേരിൽ CK പണിക്കർ സ്മാരക സുവർണ മുദ്ര എന്നൊരു പുരസ്കാരം കണ്ടത്. 3-ാമത്തെ വർഷമാണ് അത് കൊടുക്കുന്നത്. ഇപ്രാവശ്യം കൊടുക്കുന്നത് കഴിയുന്നതും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കലാകാരന്മാരെ ആദ്യം പരിഗണിക്കുക, അതിനുശേഷം പിന്നെ പുറത്തോട്ട് പോകും. ഇപ്രാവശ്യം കൊടുക്കുന്നത് നല്ലൊരു ഗാനരചയിതാവും നല്ലൊരു സ്ക്രിപ്റ്റ് ഡയറക്ടർ, നാടക സംവിധായകൻ, അഭിനേതാവ്, ചലച്ചിത്ര പ്രവർത്തകൻ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വെച്ച് പ്രഭാവം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തോമസ് കോളംകൂർ എന്നൊരു വ്യക്തിക്കാണ് ഇപ്രാവശ്യത്തെ CK പണിക്കർ സ്മാരക സുവർണ മുദ്ര കൊടുക്കുന്നത്. നമ്മുടെ ആഗസ്റ്റ് 15 എല്ലാവർക്കും പറയാം, ആഗസ്റ്റ് 15 സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളിൽ നടക്കുന്ന ഉദയാസ്തമന അഖണ്ഡ സംഗീതാർച്ചനയോടനുബന്ധിച്ച് നൽകി വരുന്ന പുരസ്കാരമാണ് സുവർണമുദ്ര. ഒക്ടോബർ 3-ന് വൈകുന്നേരം 5 മണിക്ക് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് സ്വർണ്ണ പതക്കവും പ്രശംസാപത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം കൈമാറുമെന്ന് ചെയർമാൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ C രഘുനാഥ്, സദാനന്ദൻ അമ്പലപ്പുറം എന്നിവരും പങ്കെടുത്തു. കെൽട്രോൺ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കേരളത്തെ വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 42 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത്. ഇലക്ട്രോണിക് ഹബ്ബാവുന്ന സാഹചര്യത്തിൽ കെൽട്രോണിന് മുഖ്യ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കെൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആദ്യത്തെ ഗ്രാഫിംഗ് കേന്ദ്രം ഇവിടെയാണ്. ആദ്യത്തെ
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ആരംഭിച്ചത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മുടെ കേരളത്തിലാണ് തുടർന്ന് കുറിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ആദ്യത്തെ ജെൻ AI കോൺക്ലേവ്, അതിനും വേദിയായത് നമ്മുടെ കേരളമാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രവും ആരംഭിക്കുന്നത്. ഇക്കാര്യത്തിൽ കെൽട്രോണുമായി സഹകരിച്ച ISROയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പറഞ്ഞു, ഇതിൻ്റെ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനത് ആവർത്തിക്കേണ്ടതില്ല. 42 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഉൽപാദന കേന്ദ്രം ആരംഭിക്കുന്നത്. കെൽട്രോൺ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിലാണ് കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. 42 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത്. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പാക്കിയ ഈ പ്ലാന്റിലൂടെ പ്രതിദിനം 2000 സൂപ്പർ കപ്പാസിറ്ററുകൾ നിർമ്മിക്കാനാകും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെ അപേക്ഷിച്ച് 100 മടങ്ങ് ഊർജ്ജം സംഭരിക്കാൻ കഴിവുള്ളവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ. ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും സാധിക്കും. 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ 11 പരം മെഷീനറികളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. 4ാം വർഷത്തോടെ 22 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും 3 കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു. ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ചടങ്ങിൽ മന്ത്രി P. രാജീവ് അധ്യക്ഷനായി. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളുടെ പ്രിയ നേതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇനി കൂടുതൽ തിളക്കം. ഹാൻഡ് ആൻഡ് ഫുഡ് കാസ്റ്റിംഗ് മെത്തേഡിലൂടെ കോടിയേരിയുടെ കൈയും കാൽപാദവും വെങ്കലത്തിൽ തീർത്ത് കണ്ണൂരിലെ യുവശില്പി ഉണ്ണി കാനായി. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷിൽ നിന്നും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം വിനോദിനി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയും ചേർന്ന് ഏറ്റുവാങ്ങി. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളുടെ പ്രിയ നേതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് ചിതയിലേക്ക് ഇടിഞ്ഞടങ്ങുന്നതിന് ഏതാനും മണിക്കൂർ മുൻപാണ് കൈയുടെയും കാലിന്റെയും മോൾഡ് എടുത്തത്. പിന്നീട് മോൾഡ് ഉപയോഗിച്ച് വെങ്കലത്തിലേക്ക് മാറ്റുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാൻ പയ്യന്നൂർ കാനായിലെത്തി. യഥാർത്ഥ രൂപത്തിൽ നിന്നും യാതൊരു മാറ്റവും ശില്പത്തിനില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പറഞ്ഞു. അച്ഛൻ മരണപ്പെട്ട സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ആലോചനയാണ്. ആ സമയത്ത് ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള നമ്മുടെ കാണാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നൊരിതാണ്. ഇതൊരു ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് എന്നാണ് സാധാരണയിൽ പറയുക. കാസ്റ്റിംഗ് മോൾഡ് ചെയ്തിട്ടാണ്. അപ്പം ആ ഒരാശയം അന്ന് പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്ന റിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു. റിജുവിൻ്റെ അടുത്ത് ഉണ്ണിയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഉണ്ണി അന്ന് തന്നെ അത് വന്നു. ആ സമയത്ത് വളരെ പരിമിതമായ സമയമാണെങ്കിലും അന്ന് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കൈയുടെയും മോൾഡ് അന്ന് വന്ന് ബന്ധുക്കളെ കാണാൻ വേണ്ടി കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അത് ചെയ്യാൻ പറ്റിയത്. അത് ചെയ്ത് അപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആയി. 2ാമത്തെ വർഷമാണ് ഞങ്ങൾക്കിതൊരു പൂർണ്ണതയിലെത്തിക്കാൻ പറ്റിയത്. അത് അത്രയും ഒരു പണിപ്പെട്ട് തന്നെ ഉണ്ട്. അതൊരു കാണുമ്പോൾ നമുക്കൊരു വൈകാരികത സ്വാഭാവികമായിട്ടും. കാരണം ഇനി നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ളത് പെട്ടതൊന്നും അതാണല്ലോ. അപ്പം അതൊരു വൈകാരികതയോടെ കൂടി ഉണ്ട്. എന്തായാലും ആ വൈകാരികതയിലൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മാത്രമല്ല അച്ഛനെ സ്നേഹിക്കുന്ന സഖാക്കൾക്ക്, അച്ഛനെ അറിയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇനി ഇത് കാണുവാൻ വേണ്ടിയുള്ള സൗകര്യം അമ്മ വീട്ടിലൊരു നമ്മൾ അച്ഛന് വേണ്ടി ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റും. അപ്പം എല്ലാ സഖാക്കൾക്കും എല്ലാ ജനങ്ങൾക്കും മ്യൂസിയത്തിൽ വന്നാൽ നാളെ തൊട്ട് ഇത് കാണാൻ പറ്റുന്നതാണ്. കോടിയേരിയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു നിർമ്മാണം. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലൊരുക്കുന്ന മ്യൂസിയത്തിലാണ് മെറ്റൽ കാസ്റ്റ് ശില്പം സ്ഥാപിക്കുക. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 7050 രൂപ, പവന് 56,400 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. അപകടം ചേംബർ ഹാളിന് മുന്നിൽ. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. കാർ പൂർണ്ണമായും കത്തി. ആളപായമില്ല. ദസറയ്ക്കൊരുങ്ങി നഗരം. ഇനി ശബ്ദവും വെളിച്ചവും നിറഞ്ഞ 10 ദിനരാത്രങ്ങൾ. വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടികൾ. വരും ദിനങ്ങളിൽ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.